വെൽക്കം ടു ട്രൈറൂട്ട്. നമുക്ക് ഇന്നത്തെ ഗോൾഡിന്റെയും US ഓയിലിന്റെയും പ്രൈസ് മൂവ്മെന്റ് അനാലിസിസ് ഒന്ന് നോക്കാം. അതിനുവേണ്ടി ആദ്യമായിട്ട് എടുത്തിരിക്കുന്നത് ഗോൾഡിന്റെ 1 ഡേ ചാർട്ടാണ്. 1 ഡേ ചാർട്ടിൽ പ്രധാനപ്പെട്ട ഏരിയാസ് മാർക്ക് ചെയ്തിട്ടുണ്ട്. നോക്കിയാൽ കാണാം, ഒരു സപ്പോർട്ട് ഏരിയ കാണാം. ഈ ഒരു സപ്പോർട്ട് ഏരിയ എന്ന് പറഞ്ഞാൽ ആ ഒരു ഏരിയയിൽ പല തവണ മാർക്കറ്റ് വന്നിട്ട് സപ്പോർട്ട് എടുത്ത് മുകളിലോട്ട് പോയിട്ടുണ്ട്. 1, 2, 3, വീണ്ടും 4, 5, അങ്ങനെ കുറച്ച് കൂടുതൽ സമയം ആ ഏരിയയിലേക്ക് മാർക്കറ്റ് വന്നിട്ട് സപ്പോർട്ട് എടുത്ത് പോയിട്ടുണ്ട്. ആ ഏരിയനെ സപ്പോർട്ടായിട്ട് മാർക്ക് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു റെസിസ്റ്റൻസ് ഏരിയ കാണാം. അവിടെ നോക്കിയാൽ കാണാം മൾട്ടിപ്പിൾ ടൈം മാർക്കറ്റ് വന്നിട്ട് റെസിസ്റ്റൻസ് എടുത്തിട്ടുണ്ട്. അതിനെയും നമ്മൾ റെസിസ്റ്റൻസ് ആയിട്ട് മാർക്ക് ചെയ്യുന്നുണ്ട്. അതിന്റെ തൊട്ട് താഴെ ഒരു ഇംബാലൻസ് ഉണ്ട്. ആ ഇംബാലൻസ് ഓൾറെഡി എടുത്തതാണ് എങ്കിലും മാർക്ക് ചെയ്ത് വെക്കുന്നുണ്ട്. അപ്പൊ ഇത്രയാണ് പ്രധാനപ്പെട്ട ഏരിയാസ് 1 ഡേ ചാർട്ടിൽ മാർക്ക് ചെയ്യുന്നത്. ഇനി നമുക്ക് പ്രധാനപ്പെട്ട ന്യൂസുകൾ എന്തൊക്കെ എന്നുള്ളത് നോക്കാം. ഇന്ന് ഗോൾഡിനെ സംബന്ധിച്ച് പ്രധാനപ്പെട്ട ന്യൂസുകളൊന്നുമില്ല. യൂറോയിലാണ് ന്യൂസുകൾ വരുന്നത്. എനിവേ ഗോൾഡിനെ സംബന്ധിച്ച് ന്യൂസുകൾ വേണമെന്നൊന്നുമില്ല. മാർക്കറ്റ് അല്ലെങ്കിൽ തന്നെ മൂവ് ചെയ്യാൻ സാധ്യത ഉണ്ട് ഗോൾഡിൽ. അപ്പോൾ നല്ലൊരു പ്രൈസ് ആക്ഷൻ കിട്ടുകയാണെങ്കിൽ പ്രൈസ് ആക്ഷൻ നോക്കി അതിനെ ബേസ് ചെയ്തിട്ട് ട്രേഡ് എടുക്കാവുന്നതാണ്. ഇനി നമുക്ക് ചാർട്ടിലോട്ട് പോവാം. ചാർട്ടിൽ 4 ഹവറിൽ വരുന്ന സമയത്ത് നേരത്തെ പറഞ്ഞ പോലെ ബാലൻസിൽ നിന്ന് താഴോട്ടേക്ക് ഇറങ്ങി ഇവിടെ ഒരു ഷിഫ്റ്റ് തന്നൊരു ഏരിയ ആയിരുന്നു. നോക്കിയാൽ കാണാം, ഈ ഒരു ഏരിയയിൽ നിന്ന് മാർക്കറ്റ് ഒരു ഷിഫ്റ്റ് തന്ന ഏരിയ ആയിരുന്നു. ആ ഏരിയയിലേക്ക് ഇറങ്ങി കഴിഞ്ഞതിന് ശേഷം ഒന്ന് സപ്പോർട്ട് എടുത്തിട്ട് വീണ്ടും മുകളിലോട്ട് പോകാനുള്ളൊരു ശ്രമം നടത്തുന്നുണ്ട്. എനിവേ ഈ ഒരു ഏരിയനെ നമ്മൾ സപ്പോർട്ടായിട്ട് മാർക്ക് ചെയ്തിടുന്നുണ്ട്. ഇനി താഴോട്ടേക്ക് വരുന്ന സമയത്ത് 4 ഹവറിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ഏരിയ എന്ന് പറയുന്നത് ഇതാണ്. ഇത് ഓൾറെഡി നമ്മൾ 1 ഡേ ചാർട്ടിൽ മാർക്ക് ചെയ്തിട്ടുണ്ട്. അതിനെയും മാർക്ക് ചെയ്തിടുന്നുണ്ട്. അതിൻ്റെ ഉള്ളിൽ അല്ലെങ്കിൽ അതിൻ്റെ തൊട്ട് മുകളിൽ തന്നെ ഒരു ഇംബാലൻസ് കാണുന്നുണ്ട്. അതിനെയും മാർക്ക് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ഏരിയയിലും ഒരു ഇംബാലൻസ് ഉണ്ട്. അതിനെയും മാർക്ക് ചെയ്തിടുന്നുണ്ട്. അപ്പൊ ഇത്രയാണ് 4 ഹവറിൽ മാർക്ക് ചെയ്തിടുന്നത്. ഇനി നമുക്ക് മുകളിലോട്ട് പോകുന്ന സമയത്ത് വീണ്ടും ഇംബാലൻസുകളുണ്ട്. ഇതൊരു ഇംബാലൻസ് ആണ്, അതിന് മാർക്ക് ചെയ്തിടുന്നുണ്ട്. അതുപോലെ നേരത്തെ നമ്മൾ മാർക്ക് ചെയ്ത് ഡയല് മാർക്ക് ചെയ്തൊരു ഇംബാലൻസ് ഇവിടെ ഉണ്ട്, അതുകൊണ്ട് വീണ്ടും മാർക്ക് ചെയ്തിടുന്നില്ല. പിന്നെ മറ്റൊരു റെസിസ്റ്റൻസ് ഉണ്ട് ഇവിടെ, അതിനെയും മാർക്ക് ചെയ്തിടുന്നുണ്ട്. അതെല്ലാം ഡയലുള്ളതാണ് എങ്കിലും ജസ്റ്റ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് വീണ്ടും മാർക്ക് ചെയ്തിടുന്നുണ്ട്. അപ്പൊ ഇത്രയാണ് പ്രധാനപ്പെട്ട ഏരിയാസ് 4 ഹവറിൽ മാർക്ക് ചെയ്തിടുന്നത്. ഇനി നമുക്ക് 1 ഹവറിലേക്ക് പോവാം. 1 ഹവറിലേക്ക് പോകുന്ന സമയത്ത് മാർക്കറ്റ് ഇവിടെ നിന്നൊരു സ്ട്രക്ചർ ഷിഫ്റ്റ് തന്ന് താഴോട്ടേക്ക് ഇറങ്ങി ഇവിടെ നല്ലൊരു സ്ട്രോങ് ആയിട്ടുള്ള റീടെസ്റ്റ് തന്നിട്ടുണ്ടായിരുന്നു. ആ ഒരു ഏരിയനെ നമ്മൾ റെസിസ്റ്റൻസ് ആയിട്ട് മാർക്ക് ചെയ്തിടുന്നുണ്ട്. പിന്നെ താഴോട്ടേക്ക് നോക്കുന്ന സമയത്ത് അതിന്റെ തൊട്ട് താഴെ ഒരു ഇംബാലൻസ് ഉണ്ട്. അപ്പൊ ഇത് വളരെ പ്രധാനപ്പെട്ട ഏരിയ ആയിട്ട് ആക്ട് ചെയ്യാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. മാർക്കറ്റ് അങ്ങോട്ടേക്ക് വരികയാണെങ്കിൽ ഒരു പക്ഷേ റിവേഴ്സൽ കിട്ടാനുള്ള സാധ്യത കാണുന്നുണ്ട്. അപ്പൊ ഈ റെസിസ്റ്റൻസ് പ്ലസ് ഇംബാലൻസ് നോട്ട് ചെയ്ത് വെക്കുക. ഇനി താഴോട്ടേക്ക് വരുന്ന സമയത്ത് നേരത്തെ നമ്മൾ മാർക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന ഏരിയ, ഇതെല്ലാം നമ്മൾ നേരത്തെ മാർക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന ഏരിയ ആണ്, ഒരു ഇംബാലൻസ് ഏരിയ ആണ്. അപ്പൊ ഇതിനെ മാർക്ക് ചെയ്ത് അതുപോലെ തന്നെ നിൽക്കുന്നുണ്ട്. അതിന്റെ തൊട്ട് താഴെ സപ്പോർട്ടും കൂടെയുണ്ട്. ഇത് നോക്കുക, വീണ്ടും അതിന് താഴെ ഇംബാലൻസ് ഉണ്ട്, വീണ്ടും അതിന്റെ താഴെ ഒരു സപ്പോർട്ട് ഏരിയ ഉണ്ട്. ഇതെല്ലാം നോട്ട് ചെയ്ത് വെക്കുക. അപ്പൊ ഇത്രയാണ് പ്രധാനപ്പെട്ട ഏരിയാസ് 1 ഹവറിൽ ഉള്ളത്. ഇനി നമുക്ക് 50 മിനിറ്റ്സിലോട്ട് പോയിട്ട് എന്തെങ്കിലും എൻട്രി സാധ്യതകൾ ഉണ്ടോ എന്നുള്ളത് നോക്കാം. 50 മിനിറ്റ്സിലോട്ട് പോകുന്ന സമയത്ത് നേരത്തെ നമ്മൾ മാർക്ക് ചെയ്ത ഏരിയ എന്ന് പറയുന്ന ഒരു ഏരിയ, അതായത് ഇവിടേക്ക് മാർക്കറ്റ് വരുന്ന സമയത്ത് നമുക്കൊരു സെൽ ഓപ്പർച്യൂണിറ്റി കിട്ടാനുള്ള സാധ്യത ഉണ്ട്. മാർക്കറ്റ് ഇവിടെ വന്നതിന് ശേഷം ഒരു കൺഫർമേഷൻ തരികയാണെങ്കിൽ, ഒന്നല്ലെങ്കിൽ ഇംബാലൻസിൽ നിന്നോ അല്ലെങ്കിൽ ഈ ഒരു റെസിസ്റ്റൻസിൽ നിന്നോ ഒരു കൺഫർമേഷൻ തരികയാണെങ്കിൽ നമുക്കൊരു സെൽ ഓപ്പർച്യൂണിറ്റി കിട്ടാം. മാർക്കറ്റ് താഴോട്ടേക്ക് ഇറങ്ങി എടുക്കാം നമുക്ക്. പക്ഷെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, മുകളിലോട്ട് കയറി പോകുന്ന സമയത്ത് എന്തെങ്കിലും സ്ട്രക്ചറുകൾ ക്രിയേറ്റ് ചെയ്ത് പോകുന്നുണ്ടെങ്കിൽ, അതായത് കാര്യമായിട്ട് സപ്പോർട്ടോ അല്ലെങ്കിൽ നല്ല സ്ട്രക്ചറുകളോ ക്രിയേറ്റ് ചെയ്ത് പോകുന്നുണ്ടെങ്കിൽ അവിടേക്ക് മാത്രമേ ടാർഗറ്റ് വെക്കാൻ പറ്റുള്ളൂ. ഇപ്പോൾ നമുക്ക് കൃത്യമായിട്ട് ടാർഗറ്റ് പറയാൻ പറ്റില്ല. എന്നിരുന്നാലും അങ്ങനെ ക്രിയേറ്റ് ചെയ്ത് പോകുന്ന ഏരിയ ഉണ്ടെങ്കിൽ അവിടേക്ക് ടാർഗറ്റ് വെക്കാം. അപ്പൊ ഈ പറഞ്ഞ ഏരിയയിൽ നിന്നൊരു സെൽ എൻട്രി ഉണ്ട്. ഇനി ഇവിടെ നിന്ന് ബൈ എൻട്രി നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. ബൈ എൻട്രി എന്ന് പറഞ്ഞാൽ ഈ ഒരു ഏരിയയിൽ അപ്രോച്ച് ചെയ്യുന്ന സമയത്ത് നല്ലൊരു സ്ട്രോങ് ക്യാൻഡിൽ മുകളിലോട്ട് വന്നതിന് ശേഷം ഇവിടെയൊക്കെ ബ്രേക്ക് ചെയ്യണം. ഈ ഒരു ഏരിയനെ ബ്രേക്ക് ചെയ്ത് ഒരു സ്ട്രോങ് ക്യാൻഡിൽ മുകളിലോട്ട് വന്നു കഴിഞ്ഞിട്ട് ഒരു ടെസ്റ്റ് വന്ന സമയത്ത് നമുക്കൊരു ബൈ എൻട്രി എടുക്കാം. അത് സൂക്ഷിക്കണം, കാരണം ഇവിടെ നിന്ന് ഒരു സ്ട്രോങ് ക്യാൻഡിൽ വന്നിട്ട് പിന്നെ നല്ലൊരു ബെയറിഷ് ക്യാൻഡിലാണ് താഴോട്ടേക്ക് ഇറങ്ങി വരുന്നത്. അതായത് നല്ല സ്ട്രോങ് ആയിട്ടുള്ള ഒരു എൻഗൾഫിംഗ് ആണ് നടക്കുന്നതെങ്കിൽ വീണ്ടും അതൊരു സെൽ എൻട്രിക്കുള്ള ഓപ്പർച്യൂണിറ്റി ആയിട്ട് കണക്ക് കൂട്ടേണ്ടി വരും.
അപ്പോൾ ആ ഒരു ഏരിയ എത്തുന്ന സമയത്ത് എന്തായാലും കാര്യമായിട്ട് തന്നെ ശ്രദ്ധിക്കണം. ഇനി ഒരു ബൈ എൻട്രി എന്ന് പറയുന്നത് ഇപ്പൊ നിൽക്കുന്ന ഒരു അവസ്ഥയിൽ ഒരു ബൈ എൻട്രി കാണുന്നുണ്ട്. നോക്കിയാൽ കാണാം മാർക്കറ്റ് ഇവിടെ നിന്നൊരു സപ്പോർട്ട് എടുത്തു കഴിഞ്ഞ് ഇവിടെ ഒരു സ്ട്രക്ചറൽ ഷിഫ്റ്റ് തന്നിട്ടുണ്ട്. അതിനെ റീടെസ്റ്റ് ചെയ്യാനാണ് മാർക്കറ്റ് ഇപ്പോൾ വന്നിരിക്കുന്നത്. എനിവേ ഒരു റീടെസ്റ്റ് ചെയ്തതിന് ശേഷം, അതായത് കുറച്ചും കൂടി താഴോട്ടേക്ക് ഇറങ്ങിയതിനു ശേഷം ഒരു കൺഫർമേഷൻ കിട്ടുകയാണെങ്കിൽ, ചെറിയ ടൈം ഫ്രെയിമിൽ ഒരു കൺഫർമേഷൻ കിട്ടുകയാണെങ്കിൽ ഇവിടെ നിന്നൊരു ബൈ എൻട്രി നമുക്ക് പ്ലേസ് ചെയ്യാം. കുറച്ച് താഴോട്ടേക്ക് ഇറങ്ങിയിട്ട് ബൈ എൻട്രി പ്ലേസ് ചെയ്യാം. അങ്ങനെയാണെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ ഒരു ഇംബാലൻസ് വരെ ഓപ്പർച്യൂണിറ്റി കാണുന്നുണ്ട്. അപ്പോൾ ഇതാണ് ബൈ എൻട്രി കാണുന്നത്. ഇനി വീണ്ടും ഇതിലൊരു സെൽ എൻട്രി ഓപ്പർച്യൂണിറ്റി കൂടി ഉണ്ട്. ഇവിടെ നിന്ന് മാർക്കറ്റ് നല്ല രീതിയിൽ താഴോട്ടേക്ക് ഇറങ്ങി ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ ഇതിന്റെ ലോയെ ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ, ഇതിന്റെ ലോയെ ബ്രേക്ക് ചെയ്ത് നല്ലൊരു ക്യാൻഡിലോടുകൂടി ലോയെ ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ അവിടെ നിന്ന് ഒരു സെൽ എൻട്രി ഓപ്പർച്യൂണിറ്റി ഉണ്ട്. ആ ഒരു സെൽ എൻട്രി എന്ന് പറയുന്നത് ഈ പറഞ്ഞ ഇംബാലൻസ് വരെയാണ്. അപ്പൊ ഇത്രയാണ് ഇന്നത്തെ മാർക്കറ്റിൽ ഗോൾഡിന്റെ ഓപ്പർച്യൂണിറ്റി എന്ന് പറയുന്നത്. ഇനി നമുക്ക് US ഓയിലിലേക്ക് പോവാം. US ഓയിലിലേക്ക് വരുന്ന സമയത്ത് വൺ ഡേ ചാർട്ടിലെ പ്രധാനപ്പെട്ട ഏരിയാസ് മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. നോക്കിയാൽ കാണാം മാർക്കറ്റ് ഇപ്പം നിൽക്കുന്ന ഒരു ഏരിയ വളരെ സ്ട്രോങ് ആയിട്ടുള്ള റെസിസ്റ്റൻസ് ഏരിയ ആണ്. അവിടേക്ക് അപ്രോച്ച് ചെയ്തിട്ട് മാർക്കറ്റ് ഒന്ന് താഴോട്ടേക്ക് ഇറങ്ങുന്നുണ്ട്. എന്തായാലും പ്രധാനപ്പെട്ട ഏരിയാസ് മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. നോക്കിയാൽ കാണാം മുകളിലൊരു റെസിസ്റ്റൻസ് ഏരിയ ഉണ്ട്. അതിന് തൊട്ട് താഴെ ഒരു സപ്പോർട്ട് ഉണ്ട്. ആ സപ്പോർട്ട് എന്ന് പറയുന്നത് ഒരു ഇന്റേണൽ ഹൈനെ ബ്രേക്ക് ചെയ്ത് പോയ ഒരു ഏരിയ ആണ്. ആ ഒരു ഏരിയനെ സപ്പോർട്ടായിട്ട് എടുക്കുന്നുണ്ട്. തൊട്ട് താഴെ ഒരു ഇംബാലൻസ് ഉണ്ട്. വീണ്ടും താഴോട്ടേക്ക് വരുന്ന സമയത്ത് സപ്പോർട്ടും ഏരിയാസ് ഉണ്ട്. അതെല്ലാം മാർക്ക് ചെയ്ത് വെക്കുന്നുണ്ട്. എനിവേ ഇത്രയാണ് വൺ ഡേ ചാർട്ടിൽ പ്രധാനപ്പെട്ട ഏരിയാസ് മാർക്ക് ചെയ്ത് വെക്കുന്നത്. ഇനി നമുക്ക് 4 ഹവറിലേക്ക് പോവാം. 4 ഹവറിലേക്ക് പോകുന്ന സമയത്ത് മാർക്കറ്റ് നേരത്തെ പറഞ്ഞ പോലെ അപ്രോച്ച് ചെയ്യാൻ വേണ്ടി വന്നിരിക്കുന്ന ഒരു ഏരിയ വളരെ സ്ട്രോങ് ആയിട്ടുള്ള റെസിസ്റ്റൻസ് ഏരിയ ആണ്. അവിടേക്ക് എത്തിയിട്ടില്ല. അതിന് മുന്നേ ചെറുതായിട്ടൊന്നും താഴോട്ടേക്ക് ഇറങ്ങുന്നുണ്ട്. അപ്പോൾ ഒരു സപ്പോർട്ട് എടുക്കാൻ താഴോട്ടേക്ക് ഇറങ്ങുമെന്നാണ് എക്സ്പെക്ട് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ നോക്കുകയാണെങ്കിൽ ഈ ഒരു ഏരിയ എന്ന് പറയുന്നത് അത്യാവശ്യം സ്ട്രോങ് ആയുള്ള ഒരു സപ്പോർട്ട് ഏരിയ ആയിട്ട് ആക്ട് ചെയ്യും. അതിന് തൊട്ട് മുകളിൽ ഒരു ഇംബാലൻസും കൂടി കിടക്കുന്നുണ്ട്. അതിനെയും മാർക്ക് ചെയ്തിടുന്നുണ്ട്. ഇനി താഴോട്ടേക്ക് ഇറങ്ങുന്ന സമയത്ത് പ്രധാനപ്പെട്ട ഒരു സപ്പോർട്ട് ഏരിയ എന്ന് പറയുന്നത് ഇതാണ്. അതിനെയും മാർക്ക് ചെയ്തിടുന്നുണ്ട്. ഇത്രയാണ് 4 ഹവറിന് മാർക്ക് ചെയ്തിടുന്നത്. ഇനി മുകളിലോട്ട് പോകുന്ന സമയത്ത് 4 ഹവറിലുള്ളത് ഇവിടെ ഒരു ഇംബാലൻസ് ഉണ്ട്. ആ ഒരു ഇംബാലൻസിനെ മാർക്ക് ചെയ്തിടുന്നുണ്ട്. നോക്കിയാൽ കാണാം മാർക്കറ്റ് അവിടേക്ക് അപ്രോച്ച് ചെയ്യാനുള്ള സാധ്യത ഇന്ന് വളരെ കൂടുതലാണ്. അപ്പോൾ അവിടേക്ക് എത്തുകയാണെങ്കിൽ ഒരുപക്ഷെ ഒരു ചെറിയൊരു റിയാക്ഷൻ കിട്ടാനുള്ള സാധ്യത കാണുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് അതിനെ മാർക്ക് ചെയ്തിടുന്നുണ്ട്. ഇനി വീണ്ടും മുകളിലോട്ട് പോവുകയാണെങ്കിൽ ഇവിടെ വളരെ പ്രധാനപ്പെട്ട ഒരു ഏരിയ ഉണ്ട്. നോക്കിയാണ് ഇവിടെ നിന്ന് വലിയൊരു വീഴ്ച തന്ന ഒരു ഏരിയ ആണത്. വലിയൊരു സപ്ലൈ നടന്ന ഏരിയ ആണ്. അപ്പോൾ വളരെ പ്രധാനപ്പെട്ട ഒരു ഏരിയ കൂടി ഇവിടെ ഉണ്ട്. അതിനെയും മാർക്ക് ചെയ്തിടുന്നുണ്ട്. അതിനെ റെസിസ്റ്റൻസ് ആയിട്ട് മാർക്ക് ചെയ്തിടുന്നുണ്ട്. അപ്പോൾ ഇത്രയാണ് പ്രധാനപ്പെട്ട ഏരിയാസ് 4 ഹവറിൽ മാർക്ക് ചെയ്തിടുന്നത്. ഇനി നമുക്ക് 1 ഹവറിലേക്ക് പോവാം. 1 ഹവറിലേക്ക് പോകുന്ന സമയത്ത് ഇവിടെ സ്ട്രക്ചറൽ ബ്രേക്ക് തന്ന ഏരിയ ആണ്. അവിടേക്ക് മാർക്കറ്റ് ഇറങ്ങി വന്നിട്ടുണ്ട്. ഇറങ്ങി വന്ന് അതിനെ റീടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയുള്ള ശ്രമമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഒരുപക്ഷെ റീടെസ്റ്റ് ചെയ്ത് താഴോട്ടേക്ക് ബ്രേക്ക് ചെയ്തു വരികയാണെങ്കിൽ നേരത്തെ ഇമ്പോർട്ടൻ്റ് ആയ ഏരിയകളിൽ വന്നിട്ട് ഒരുപക്ഷെ റീടെസ്റ്റ് എടുത്തിട്ട് മുകളിലോട്ട് പോകാനുള്ള സാധ്യതയുണ്ട്. എനിവേ 1 ഹവറിലെ പ്രധാനപ്പെട്ട ഏരിയാസ് എന്ന് പറയുന്നത് എന്തായാലും 1 ഹവറിൽ പ്രധാനപ്പെട്ട ഏരിയാസ് മാർക്ക് ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ 1 ഹവറിൽ പ്രധാനപ്പെട്ട ഏരിയാസ് എന്ന് പറയുന്നത് ഓൾറെഡി നമ്മൾ 4 ഹവറിൽ മാർക്ക് ചെയ്തിട്ട് തന്നെയാണ്. ഇവിടെ ഒരു ഇംബാലൻസ് ഉണ്ട്. അതുപോലെ തന്നെ ഒരു സപ്പോർട്ട് ഏരിയ ഉണ്ട്. ഇത്രയാണ് 1 ഹവറിലുള്ളൂ. ആ ഒരു 1 ഹവറിൽ പ്രധാനപ്പെട്ട ഏരിയാസ് അത് തന്നെ നിലനിൽക്കുന്നു. പിന്നെ ഇവിടെ ഇംബാലൻസ് ഉണ്ട്, ഇവിടെ സപ്പോർട്ട് ഉണ്ട്. ഇതെല്ലാം നമ്മൾ മാർക്ക് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. ഇനി 1 ഹവറിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ നിന്നൊരു ട്രെൻഡ് കറക്റ്റായിട്ടാണ് പോകുന്നത്. അത് ഒരുപക്ഷെ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒന്ന് താഴോട്ടേക്ക് ഇറങ്ങാനുള്ള സാധ്യതയുണ്ട്. എന്തായാലും അത് നമുക്ക് 50 മിനിറ്റ്സിലോട്ട് പോയിട്ട് നോക്കാം. 50 മിനിറ്റ്സിലോട്ട് പോകുന്ന സമയത്ത് മാർക്കറ്റ് ഇവിടെ വന്ന് ഒന്ന് ബ്രേക്ക് ചെയ്ത് സസ്റ്റെയിൻ ചെയ്യാതെ താഴോട്ടേക്ക്, ഈ ഒരു ഹൈനെ ബ്രേക്ക് ചെയ്ത് സസ്റ്റെയിൻ ചെയ്യാതെ താഴോട്ടേക്കാണ് വരുന്നത്. അത് താഴോട്ടേക്ക് വരികയാണെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ ഒരു പ്രധാനപ്പെട്ട ഏരിയാസിലേക്ക് മാർക്കറ്റ് എത്താനുള്ള സാധ്യത കൂടുതലാണ്. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു സപ്പോർട്ട് എടുത്തിട്ട് ഒരുപക്ഷെ ഇവിടെ ബ്രേക്ക് ചെയ്തേക്കാം, ബ്രേക്ക് ചെയ്ത് വീണ്ടും മുകളിലോട്ട് പോയേക്കാം. അപ്പം അതുകൊണ്ട് താഴോട്ടേക്ക് വരാനുള്ള സാധ്യതകൾ എന്ന് പറയുന്നത് ഒന്ന് ഈ ഒരു ഇംബാലൻസിലേക്കോ അല്ലെങ്കിൽ ഈ പറഞ്ഞ സപ്പോർട്ട് ഏരിയയിലേക്കോ ആയിരിക്കാം. അപ്പോൾ ആദ്യത്തെ ഒരു ചാൻസ് എന്ന് പറയുന്നത് ഈ ഒരു ഏരിയയിലേക്ക്, അതായത് ഇംബാലൻസിലേക്ക് വന്നതിന് ശേഷം നല്ലൊരു കൺഫർമേഷൻ കിട്ടുകയാണ്
അതായത് നല്ലൊരു സ്ട്രക്ചറൽ ചേഞ്ച് കിട്ടുകയോ അല്ലെങ്കിൽ നല്ലൊരു ക്യാൻഡിൽ പാറ്റേൺ കിട്ടുകയാണെങ്കിൽ നമുക്ക് ഇവിടെ നിന്നൊരു ബൈ എൻട്രി എടുക്കാം. ബൈ എൻട്രി ഫസ്റ്റ് ടാർഗറ്റ് എന്ന് പറയുന്നത് ഈ ലൈൻ വയ്ക്കാം, രണ്ടാമത് എന്ന് പറയുന്നത് ഈ ഒരു ഇംബാലൻസിലേക്ക് വയ്ക്കാം. അതിന് മുകളിലേക്ക് തൽക്കാലം വയ്ക്കാതിരിക്കുക, ഒരുപക്ഷെ അവിടെ നിന്ന് വീണ്ടും റിയാക്ഷൻ കിട്ടാനുള്ള സാധ്യത ഉണ്ട്. അപ്പോൾ ഇതാണ് ബൈ എൻട്രി എന്ന് പറയുന്നത്. വീണ്ടും താഴോട്ടേക്ക് ഇറങ്ങുകയാണ് ഒരു ചാൻസ് ബൈ എൻട്രിക്കുള്ള ഒരു ചാൻസ് എന്ന് പറയുന്നത് ഈ ലോയിനെ ബ്രേക്ക് ചെയ്ത്, അതായത് ഈ ലോയിനെ ബ്രേക്ക് ചെയ്ത് വീണ്ടും ഇവിടെ ഇംബാലൻസ് ഉണ്ട്, ഇവിടെ ഒരു സപ്പോർട്ട് ഉണ്ട്. ഇവിടുന്ന് എവിടുന്നെങ്കിലും ഒരു കൺഫർമേഷൻ കിട്ടുകയാണെങ്കിൽ വീണ്ടും ബൈ എൻട്രി ഉണ്ടാവും. പക്ഷെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ലോയിനെ ബ്രേക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ട്രെൻഡ് ചേഞ്ച് ആവാനുള്ള എല്ലാ സാധ്യതയുണ്ട്. അപ്പോൾ അത്രയും മുകളിലേക്ക് നമുക്ക് ടാർഗറ്റ് വെക്കേണ്ട, ഇതൊന്ന് ഇവിടം വരെ വെച്ചതിന് ശേഷം ഇറങ്ങി വരുന്നതായിരിക്കും നല്ലത്. അപ്പോൾ ഇത് രണ്ടും ബൈ എൻട്രി ആണ് പറഞ്ഞിരിക്കുന്നത്. ഈ സെൽ എൻട്രി ഓപ്പർച്യൂണിറ്റി പറയാം. സെൽ എൻട്രി ഓപ്പർച്യൂണിറ്റി എന്ന് പറയുമ്പോൾ കറൻ്റ്ലി ഈ ഒരു ക്യാൻഡലിൻ്റെ ലോയിനെ ബ്രേക്ക് ചെയ്തതിന് ശേഷം ഒരു നല്ലൊരു ക്യാൻഡലോടുകൂടി ബ്രേക്ക് ചെയ്ത് ഇവിടെ സസ്റ്റെയിൻ ചെയ്യാനായി സെൽ എൻട്രി ഉണ്ട്. അപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത്രയേ ഉള്ളൂ ഇവിടെ നിന്ന് ഇവിടം വരെയേ ഉള്ളൂ ഒരു ടാർഗറ്റ് എന്ന് പറയുന്നത്. അതിന് മുകളിലേക്ക് ടാർഗറ്റ് വയ്ക്കാതിരിക്കുക. മാത്രമല്ല സെൽ എൻട്രി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഏത് സമയത്തും ഇവിടെ നിന്ന് റിവേഴ്സൽ കിട്ടാനുള്ള സാധ്യതയുണ്ട്. ചിലപ്പോൾ ഇവിടേക്ക് എത്തണമെന്നില്ല. അങ്ങനെ റിവേഴ്സൽ കിട്ടുകയാണെങ്കിൽ മാർക്കറ്റ് ഇവിടെ നിന്ന് വീണ്ടും നേരത്തെ പറഞ്ഞൊരു കൺഫർമേഷൻ കിട്ടുകയാണെങ്കിൽ വീണ്ടും മുകളിലോട്ട് തന്നെ സഞ്ചരിക്കാനുള്ള സാധ്യത കാണുന്നുണ്ട്. അപ്പോൾ അത് നോട്ട് ചെയ്ത് വെക്കുക. ഇതാണ് ഒന്നാമത്തെ സെൽ എൻട്രി എന്ന് പറയുന്നത്. രണ്ടാമത്തെ സെൽ എൻട്രി എന്ന് പറഞ്ഞാൽ ഇവിടെ നിന്നൊരു ബൈ ഓപ്പർച്യൂണിറ്റി കിട്ടി, ഇവിടെ വരെ എത്തി കഴിഞ്ഞ് ഇവിടെ നിന്ന് നല്ലൊരു കൺഫർമേഷൻ കിട്ടുകയാണെങ്കിൽ, ഈ ഏരിയയിൽ നിന്ന് എവിടെയെങ്കിലും നല്ലൊരു കൺഫർമേഷൻ കിട്ടുകയാണെങ്കിൽ സെൽ എൻട്രി ഉണ്ട്. അത് ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു മാർക്കറ്റ് ബുള്ളിഷ് മാർക്കറ്റാണ്. അപ്പോൾ വലിയ രീതിയിലൊരു സെൽ ഓപ്പർച്യൂണിറ്റി ചിലപ്പോൾ കിട്ടണമെന്നില്ല. അപ്പോൾ തൊട്ടടുത്ത പ്രധാനപ്പെട്ട സപ്പോർട്ട് ഏരിയയിലേക്ക് ടാർഗറ്റ് വെച്ചതിന് ശേഷം ഇറക്കി പോരുകയായിരിക്കും നല്ലത്. അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ സെൽ എൻട്രി അല്ലെങ്കിൽ ബൈ എൻട്രി US ഓയിലിൽ പറയുന്നത്. ട്രേഡ് എടുക്കുന്ന എല്ലാവരും സൂക്ഷിച്ച് കണ്ടു തന്നെ ട്രേഡ് എടുക്കണം. എടുക്കുന്ന സമയത്ത് നിങ്ങളുടെ ക്യാപിറ്റൽ പ്രൊട്ടക്റ്റ് ചെയ്ത് ട്രേഡ് എടുക്കുക. അനാവശ്യ ട്രേഡുകളിലേക്ക് പോയി ക്യാപിറ്റൽ വാഷ് ഔട്ട് ആവാതിരിക്കുക. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് പഠിക്കണമെന്ന് താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ട്രേഡ് ഔട്ടുമായിട്ട് ബന്ധപ്പെടാം. ട്രേഡ് ഔട്ടുമായിട്ട് ബന്ധപ്പെടാനുള്ള ഗൂഗിൾ ഫോം ഈ ഒരു വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ട്രേഡ് ഔട്ടിൻ്റെ വാട്സപ്പ് ചാനലിൽ ലിങ്കും കൊടുക്കുന്നുണ്ട്. അതിലും കയറി നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. അപ്പോൾ എല്ലാവർക്കും ഇന്നൊരു പ്രോഫിറ്റബിൾ ഡേ ആവട്ടെ എന്ന് ആശംസിക്കുന്നു.